കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യരോട് പറഞ്ഞു, ഒരു ധനവാന് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ച് ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷ യാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്ത് കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം, എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണം എടുത്ത് 80 കോർ എന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാമിത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ ഒരു ഉപമ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒത്തിരിയേറെ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും കർത്താവ് ഇതുപോലെ അധാർമികമായി പ്രവർത്തിക്കുന്ന ഒരു കാര്യസ്ഥനെ പ്രശംസിക്കുന്നത്? ഇവിടെ നമുക്ക് അറിയാം, ഈ കാര്യസ്ഥൻ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം തൻ്റെ ജോലിയിൽ ഒത്തിരിയേറെ വീഴ്ചകൾ വരുത്തി എന്ന പരാതി ലഭിച്ചതുകൊണ്ടാണ് യജമാനൻ അവനോട് പറയുന്നത്, നീ നിന്റെ കണക്ക് അവതരിപ്പിക്കുക. അതിനുശേഷം ഇനിമേൽ നീ ഒരിക്കലും ഈ ഒരു കാര്യസ്ഥനായിട്ടിരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവൻ ചിന്തിക്കുന്നത് തനിക്ക് ഇതുവരെ ചെയ്യാൻ അറിയാവുന്ന ആകെ ഒരു ജോലി എന്ന് പറയുന്നത് ഈ കാര്യസ്ഥതയാണ്. ഇത് തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ ജീവിതം എപ്രകാരമായിരിക്കും മുന്നോട്ട് പോവുക, അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യസ്ഥനെ കുറിച്ചാണ് ഇവിടെ പറയുക. പിന്നീട് വളരെ കൗശലപൂർവ്വം പ്രവർത്തിക്കുന്ന കാര്യസ്ഥനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പിന്നെ യജമാനൻ കാര്യസ്ഥൻ എന്ന സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ അവൻ്റെ ഭവനങ്ങളിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി അവൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ യജമാനോട് കടപ്പെട്ടിരുന്ന ആളുകളെ വിളിച്ചുകൂട്ടി അവൻ്റെ പ്രീതി സമ്പാദിക്കുക എന്നതായിരുന്നു അവൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏക പോംവഴി എന്ന് പറയുന്നത്. അതിനുവേണ്ടി യജമാനുമായി കടപ്പെട്ടിരുന്ന ഓരോ വ്യക്തികളെയും വിളിച്ച് നിങ്ങൾ എത്രമാത്രം യജമാൻ്റെ അടുക്കൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, അത് പ്രമാണമെടുത്ത് തിരുത്താൻ ആവശ്യപ്പെടുമ്പോൾ ഒരുപോലെ തന്നെ 2 കൂട്ടരും തെറ്റിലേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇവിടെ കാര്യസ്ഥൻ വളരെ അധാർമികമായി പ്രവർത്തിക്കുന്നു. അവൻ ചെയ്യുന്നത് തെറ്റാണ് എന്നറിഞ്ഞിട്ടും യജമാനോട് കടപ്പെട്ടിരുന്ന ആളുകൾ അത് തിരുത്താൻ പോയില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റ്. പ്രിയമുള്ളവർ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ തെറ്റുകൾ അന്വേഷിച്ച് പോകുന്നില്ലെങ്കിലും നമ്മളിലേക്ക് ഇതുപോലെ തെറ്റുകളുമായി കടന്നു വരുന്ന ഒത്തിരിയേറെ ആളുകളുണ്ടാകും. ഒരുപക്ഷെ പെട്ടെന്ന് അതിന് സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നമുക്കുണ്ടാകാം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാം. അങ്ങനെയുള്ള പ്രലോഭനങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന വ്യക്തികളോട് നമ്മൾ ഓരോരുത്തരും എപ്രകാരമായിരിക്കും പ്രതികരിക്കുക? ഇവിടെ ഈ ഉപമയിൽ നമ്മൾ കാണുന്നത് കാര്യസ്ഥൻ അതുപോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ യജമാനു കടപ്പെട്ടിരുന്ന വ്യക്തികൾക്കറിയാം തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ അത് അവർ ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. കാര്യസ്ഥൻ പറയുന്നു, നിങ്ങൾ തിരുത്തി എഴുതുക എന്ന് പറയുന്നത് വിശ്വാസ വഞ്ചനയ്ക്ക് തുല്യമായ ഒരു കാര്യമാണ്. പക്ഷേ അവർ അതിലൂടെ തങ്ങൾക്ക് വരാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, അവസാനം
യേശുനാഥൻ ഒരിക്കലും അവരെ പ്രശംസിക്കുന്ന രീതിയിലല്ല പറയുന്നത്. നമുക്കറിയാം, ഇന്ന് അവസാനം പറയുന്നത്, അവൻ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ്. എന്തുകൊണ്ടാണ് ഈ കാര്യസ്ഥനെ ഇതുപോലെ നീതിരഹിതമായി പ്രവർത്തിക്കുകയും എല്ലാം ചെയ്ത ആ കാര്യസ്ഥനെ പ്രശംസിച്ചത്? അദ്ദേഹം തൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി അധാർമികമായി വീണ്ടും പ്രവർത്തിക്കുകയും മറ്റുള്ളവരുടെ പ്രീതി കണ്ടെത്തുകയും ചെയ്തു. അവരെ ഈ പ്രശംസിച്ചു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ദൈവത്തിൻ്റെ മറ്റൊരു മുഖം കൂടി നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അത് വേദനാജനകമായ ഒരു മുഖമാണ്. കാരണം ഇവിടെ അധാർമികമായി പ്രവർത്തിച്ച ഒരു വ്യക്തി തൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി വീണ്ടും തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അമൂല്യ നിധിയായി നൽകപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിനെ നഷ്ടമാകുന്ന വേളകളിൽ അതിൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ഒരിക്കൽ കൂടി കർത്താവ് ചോദിക്കുന്നതായിട്ടും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിധി എന്ന് പറയുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവാണ്. എൻ്റെ ഈ ആത്മാവിനെ നഷ്ടമാകുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി, എൻ്റെ ആത്മാവിനെ രക്ഷിച്ച് നിത്യസമ്മാനം നേടുവാൻ വേണ്ടി നമ്മൾ എത്രമാത്രം പരിശ്രമിക്കാറുണ്ട്. പലപ്പോഴും വളരെ താഴ്ത്തിൽ നിന്നും കടന്നു വന്ന വ്യക്തികൾ ജീവിതത്തോട് പൊരുതി വളരെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ അവയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാറുണ്ട്. ആ വ്യക്തി എപ്രകാരമാണ് ആ ഒരു നിലയിലേക്ക് എത്തിയത്, ആ വ്യക്തി എന്തെല്ലാം ചെയ്തതുകൊണ്ടാണ് ആ ഒരു നിലയിലേക്ക് എത്തിയത് എന്നെല്ലാം നമ്മൾ പഠിക്കുമ്പോഴും പ്രിയമുള്ളവരെ, വിശുദ്ധരായി ജീവിച്ച ഒത്തിരിയേറെ വ്യക്തികളുടെ മാതൃകയും നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലുണ്ട്. അവർ ഓരോരുത്തരും തങ്ങളുടെ ആത്മാവിനെ തങ്ങൾക്ക് നഷ്ടമാകും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് തിരുത്തുവാൻ തയ്യാറായതുകൊണ്ടാണ് വിശുദ്ധർ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. അതിനുവേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ത്യാഗങ്ങൾ അവർ സഹിച്ചു. ഒത്തിരിയേറെ മാതൃകാപരമായ രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ തന്നെ അവർ മാറ്റിമറിച്ചു. പക്ഷേ അതൊന്നും അനുകരിക്കുവാൻ നമുക്ക് പലപ്പോഴും താല്പര്യമില്ല. നമ്മൾ അധാർമികമായി ഉയരങ്ങളിലേക്ക് എത്തിയ അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് എത്തിയ വ്യക്തികളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. അവർ എപ്രകാരമാണ് ആ ഒരു തലത്തിലേക്ക് എത്തിയത് എന്ന് നോക്കി അവർ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുവാനാണ് നമുക്ക് ഓരോരുത്തർക്കും താല്പര്യം. അതേസമയം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധരുടെ ജീവിത മാതൃകകൾ സ്വീകരിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ ഈ കാര്യസ്ഥനുമായിട്ട് വ്യത്യാസം കാണിക്കേണ്ടത്. സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്നപ്പോൾ സക്കേവൂസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു എന്ന്. ഇവിടെ ഒരുപക്ഷെ ഈ കാര്യസ്ഥനും തൻ്റെ ജീവിതത്തിൽ വഞ്ചിച്ചെടുത്ത ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടാകും. യജമാനിൽ നിന്നും കടപ്പെട്ടതിനേക്കാൾ കൂടുതലായി പ്രമാണങ്ങളിൽ അവൻ എഴുതി വച്ചിട്ടുണ്ടാകാം. അതായിരിക്കാം ഒരുപക്ഷെ അവരെ കൊണ്ട് തിരുത്തിക്കുന്നത്, നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ അങ്ങനെയുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം അന്നത്തെ കാര്യസ്ഥരും ചുങ്കക്കാരുമെല്ലാം ഏകദേശം ഒരേ രീതിയിൽ പ്രവർത്തിച്ചവരാണ്. അവർക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതലായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി തിരുത്തി എഴുതുവാൻ അവർ എപ്പോഴും തയ്യാറായിരുന്നു എന്നാണ് പഴയകാല ചരിത്രങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു പ്രവൃത്തിയിലൂടെയായിരിക്കാം ഈ കാര്യസ്ഥൻ ഈ കടക്കാരെ വലിയൊരു ബാധ്യതയിലേക്ക് കൊണ്ടെത്തിച്ചത്. എന്നാൽ തൻ്റെ ജോലി തന്നെ നഷ്ടമാകുന്ന വേളയിൽ അദ്ദേഹം തിരിച്ചറിയുകയാണ്, ഇതേപോലെ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോലും ഒരു സ്ഥാനം ലഭിക്കില്ല എന്ന ബോധ്യത്തിൽ അതെല്ലാം തിരുത്തുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി കൂടി നമ്മളവിടെ കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തെറ്റുകൾ തിരിച്ചറിയുമ്പോൾ തിരുത്തുവാൻ തയ്യാറാകുവാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ തന്നെയാണ് ഞാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കാറുണ്ട്. ഇന്ന് ഈ ദിവ്യബലിയെ സംബന്ധിക്കുമ്പോൾ നമുക്ക് കർത്താവേ, എൻ്റെ തെറ്റുകൾ തിരുത്തി അങ്ങയുടെ കൃപയിൽ ജീവിക്കുവാൻ, എനിക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന എൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.